ജിയോൻവു ഒന്ന് കാത്തു നിൽക്ക്. ഈ ടൈം എന്ന് പറയുന്നത് ചോയുടെ മരണത്തിന് മുമ്പുള്ള ടൈമാണ്. ഓക്കെ, ചോയ് മരിക്കുന്ന ദിവസത്തിന് മുൻപുള്ള രാത്രി ഞാറി ആവട്ടെ അവരുടെ മറ്റ് ഫ്രണ്ട്സിന്റെ കൂടെ പബ്ബിലായിരുന്നു. അപ്പൊ അവളുടെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, നീ ഏതൊരു ചെക്കന്റെ പേര് പറഞ്ഞില്ലായിരുന്നു, എന്തേലും പേര്? അപ്പൊ ഞാറി ആവട്ടെ നമ്മുടെ ജിയോനുവിന്റെ പേര് പറയും. അപ്പോൾ ആ പെണ്ണ് ചോദിക്കുന്നു അവന്റെ വല്ല ഫോട്ടോ ഉണ്ടോ എന്ന്. അപ്പൊ അവളാവട്ടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. കാണിച്ചു കൊടുക്കുന്നതിന് മുമ്പ് പറയുന്നത് നിങ്ങൾ എന്തായാലും ഫോട്ടോ കണ്ടാൽ ഞെട്ടു എന്ന്. അങ്ങനെ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പം അവക്കാട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഇത്ര ലുക്കുള്ള ചെക്കനാണോ ഞാറി നോക്കുന്നതെന്ന്. അപ്പൊ ആ ഫോൺ ആവട്ടെ എടുത്തു നിൽക്കുന്ന അവളുടെ ബോയ് ഫ്രണ്ട് വാങ്ങുന്നുണ്ട്. അപ്പൊ അവൻ പറയാൻ തുടങ്ങി അത്രക്കൊന്നും ഇല്ല എന്ന്, അത് നിനക്ക് അസൂയ ആയതുകൊണ്ട് തോന്നുകയാണ്, അവന്റെ ലുക്കിന്റെ അടുത്ത് നീ എത്തൂല എന്ന് പറയുന്നു. അപ്പോൾ ആ പെണ്ണാവട്ടെ അവരുടെ ഗ്രൂപ്പ് ഫോട്ടോയില് ചോയുടെ ഫോട്ടോ സൂം ചെയ്ത് ചോദിക്കുന്നു, ഈ ചെക്കനാണ് ആ ലോക തോൽവി എന്ന് ചോദിക്കുന്നു. അപ്പൊ ഞാന് പറയാൻ തുടങ്ങി അത് എനിക്ക് തോന്നി എന്റെ മോത്ത് എഴുതി വെച്ചിട്ട് ആ ലോക തോൽവിയാണ് എന്ന്. എന്നിട്ട് ആ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, ആ തോൽവി ഇന്ന് രാവിലെ വന്ന ഒരു സംഭവം പറഞ്ഞു തന്നു, ഈ ആപ്പില് വിഷ് പറഞ്ഞ നടത്തി തരും അത്രേ. ആ ആപ്പ് കണ്ടതും ആ ചെക്കനാവട്ടെ പേടിച്ച് നിൽക്കുന്നുണ്ട്. വിച്ച് മീൻസ് ഈ ആപ്പിന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അറിയാം, അതായത് ഈ ആപ്പ് ഉപയോഗിച്ച് അങ്ങനെ സംഭവിക്കും എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെ അവർക്ക് ചെറിയ ധാരണ ഉണ്ടായിരിക്കാം. ഇതേ സമയം ചോയിനെ കുറിച്ച് ഇങ്ങനെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാറി. ഈ സമയം ആ ചെക്കൻ ചോദിക്കുന്നു, ഈ ആപ്പിന്റെ പേരാണോ ഗിരിഗോ എന്ന്. അപ്പൊ ഞാറി ആവട്ടെ എന്താ ചേട്ടാ ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയോ? അപ്പൊ അവനാവട്ടെ ഈ ഗിരിഗോ എന്ന് പറയുന്ന ആപ്പ് സത്യമാണ് എന്ന് പറയുന്നു. അപ്പൊ അവന്റെ അടുത്തുള്ള ഗേൾ ഫ്രണ്ട് പറയുന്നുണ്ട്, ഇങ്ങനെ കള്ളും കുടിച്ച് ഇല്ലാത്ത കാര്യമൊന്നും പറയല്ലേ എന്ന് പറയുന്നു. അപ്പോൾ അവനാവട്ടെ നിനക്ക് ഇതിനെ കുറിച്ചൊക്കെ അറിയുന്നതല്ലേ പൊട്ടി, നീ നിന്റെ വിഷ് പറയുകയാണെങ്കിൽ ആ വിഷ് അതുപോലെ സാധിക്കും, പകരം നിന്റെ ജീവൻ അതെടുക്കും. ആ കാര്യം കേട്ടിട്ട് അവരെല്ലാരും സൈലന്റ് ആവുന്നുണ്ട്. പെട്ടെന്ന് എടി പൊട്ടി, ഞാൻ ഈ പറക്ക് വിശ്വസിച്ചില്ലേ? എന്നിട്ട് അവളെ ആവട്ടെ നീ പ്രായപൂർത്തി ഒന്നും ആയിട്ടില്ല, നിനക്ക് ഒരു 18 വയസ്സായിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കളിയാക്കുന്നു. എടി പൊട്ടി, നീ ഇതിനെ കുറിച്ചൊന്നും പേടിക്കണം, നീ ലോലിപോപ്പ് പിടിച്ചിരിക്കും. എന്നിട്ട് അവനാവട്ടെ എന്തൊക്കെ വിളിച്ച് പറയുന്ന സമയത്ത് അവന്റെ ഗേൾ ഫ്രണ്ട് ആവട്ടെ ഒന്നും ഉണ്ടാതിരിക്കാൻ വേണ്ടി പറയുന്നു. അപ്പൊ ആ ചെക്കനാവട്ടെ എടി പൊട്ടി അന്ന് അവൻ ശരിക്കും മരിച്ചു എന്ന് പറയുന്നു. ആരെ കുറിച്ചാണെന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴും മനസ്സിലാവില്ല. ഈ സമയം ഞാറെ ആവട്ടെ ഒന്നും നോക്കാതെ നേരെ പോയി ബാഗിൽ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ലിപ്സ്റ്റിക് ഉപയോഗിച്ചിട്ട് അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുകയാണ്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, എനിക്കൊരാളുടെ താഴ്ച കാണണം, ഈ ജീവനല്ലേ അത് പോട്ടെ എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ എന്റെ ജീവന്റെ പരം നിങ്ങൾ ജീവൻ കൊടുക്കൂ. അങ്ങനെ വെളിവില്ലാണ്ട് എന്തൊക്കെയോ പറഞ്ഞതിന് ശേഷം നേരെ ഗിരിഗോ എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. എന്നിട്ട് ആ ആപ്പ് നോക്കി വിഷ് പറയാൻ തുടങ്ങി, ഗിരിഗോ ആപ്പ്, ഞാൻ മരിക്കാനായിട്ട് 2 പേരും, അതിലൊരുത്തന് നീ ആഗ്രഹം സാധിച്ചു കൊടുത്തിട്ടുള്ളതാണ്, വേറൊരുത്തൻ അവൻ എന്നെ എപ്പോഴും വിഷമിപ്പിക്കും, അവന്റെ പേരാണ് യോങ് ജെ. ഈ യോങ്ജെ എന്ന് പറയുന്നത് നാരിയുടെ ഫ്രണ്ട് ഇല്ലേ, ആ ഫ്രണ്ടിന്റെ ബോയ് ഫ്രണ്ടിനെയാണ് പറഞ്ഞത്. പിന്നെ സീകട്ടായി കാണിക്കുന്നത് നാരിയെ തന്നെയാണ്. അവളാവട്ടെ ഇന്നലത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫ്ലാറ്റിൽ കിടന്നുറങ്ങുകയാണ്. പെട്ടെന്ന് തന്നെ ഹൊമിറ്റ് ചെയ്യാൻ മുട്ടുന്നു. അങ്ങനെ പിന്നെ സീകട്ടായി കാണിക്കുന്നത് സ്കൂളിലോട്ട് നടന്നു വരുന്ന നാരിയാണ്. അതായത് ഇന്ന് സ്കൂളിലോട്ട് വരാൻ നേരെ വൈകിട്ടുണ്ട്. ഈ കാര്യം നമുക്ക് വേ സ്ട്രൈക്ക് ആവും. കാര്യം എന്താന്ന് വെച്ചാൽ ചോയ് മരിക്കുന്ന ദിവസം നാരി സ്കൂളിലോട്ട് വന്നിട്ടില്ല മീൻസ് നേരെ വൈകിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവൾ സ്റ്റെപ്സ് കയറി ക്ലാസിന്റെ ആ ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് കുറെ ശബ്ദം കേൾക്കുന്നു, അതായത് കനഹ എന്തോ പറയുന്ന ശബ്ദം കേൾക്കുന്നു. അങ്ങനെ ആ സ്റ്റെപ്സ് മുഴുവൻ കയറി അപ്പോൾ നമ്മുടെ നാരി കാണുന്ന കാഴ്ച നമ്മുടെ ചോയ് കഴുത്ത് മുറിച്ച് മരിക്കുന്നതായിട്ടാണ്. ഇത് കണ്ട നാരിയുടെ അവസ്ഥ പറയണ്ടല്ലോ, അവൾ ആകെ കിളി പോയി അവിടെ ഇരിക്കുകയാണ്. മാത്രമല്ല ഇന്നലെ പബ്ബിൽ വെച്ചിട്ട് അവൾ വിഷ് പറഞ്ഞില്ലേ, ആ കാര്യം ഓൺ ദ സ്പോട്ട് ഓർമ്മയിൽ വരുന്നുണ്ട്. അവൾ ആകെ പേടിച്ചിരിക്കുന്ന സമയത്താണ് അവളുടെ ഫോണിലോട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്, താങ്കളുടെ ആഗ്രഹം സാധിച്ചിരിക്കുന്നു. ഹലോ ഗൈസ്, If Fishes Could Kill സീസൺ 1 എപ്പിസോഡ് 5. ഈ ഒരു എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളാണ് ഈ ഒരു എപ്പിസോഡ് സംഭവിക്കാൻ പോകുന്നത്. സോ അധികം പോരാടിപ്പിക്കാൻ നമുക്ക് നേരെ ഇന്നത്തെ എപ്പിസോഡ് എടുക്കാം. പിന്നെ സീനട്ടായി കാണിക്കുന്നത് ഇതൊക്കെ കണ്ട് കിളി പോയി കിടക്കുന്ന നാരിയെയാണ്. അവളാവട്ടെ ഓൺ ദ സ്പോട്ട് ഇന്നലെ പബ്ബിൽ വെച്ച് കണ്ട അവളുടെ ഫ്രണ്ടില്ലേ അവളെ വിളിക്കുന്നുണ്ട്, പക്ഷെ അവളാണെങ്കിൽ ഫോൺ എടുക്കുന്നേ ഇല്ല. പിന്നെ നാരിയാവട്ടെ നേരെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കുമ്പോൾ ഫ്രണ്ട് പേജിലായിട്ട് ഇന്നലെ കണ്ട ആ ചെക്കനില്ലേ, അതായത് നാരിയുടെ ഫ്രണ്ടിന്റെ ബോയ് ഫ്രണ്ട്, അവന്റെ പോസ്റ്റിന്റെ കമന്റ് ബോക്സ് എടുക്കുന്ന സമയത്ത് RIP യോങ് ജെ, നീ അവിടെ സന്തോഷമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വിഷമകരമായ കമന്റുകളാണ് കാണുന്നത്. ഈ കാര്യം കണ്ടപ്പോഴാണ് നമ്മളെ നാരി ശരിക്കും ഞെട്ടുന്നത്. കാര്യം എന്താന്ന് വെച്ചാൽ ഇന്നലെ വിഷ്
പറഞ്ഞ ആ ഒരു ഇതില് ആ പാവം ചെക്ക വെറുപ്പിച്ചതിന്റെ പേരിൽ അവന്റെ പേരും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വിഷു അതേപോലെ നടന്നിട്ടുണ്ടായിരുന്നു. ഈ കാര്യം കണ്ട് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഈ സമയം പുറത്തു നിന്നും കുറച്ചു പേർ സംസാരിക്കുന്നതായിട്ട് ഞാറി കേൾക്കുകയാണ്. അതായത് ചോയെ കൊന്നത് ഞാറിയാണെന്നും അവൾക്ക് എന്തിന്റെ കേടായിരുന്നു, ആ ചെക്കനമ്മ പാവായിരുന്നു. ഇനി നോക്കിക്കോ, അടുത്തത് നമ്മുടെ കൻഹയായിരിക്കും. കാര്യം കൻഹ ജിയോൻമുവിന്റെ പുറകെ നടക്കുന്നത് ഞാറിക്ക് ഇഷ്ടമില്ല. ഞാറി അല്ലെങ്കിൽ അവളുടെ അമ്മയെ പോലെ തന്നെ, അവളുടെ അമ്മ ഇതേപോലെ തന്നെയാണ്. കാര്യം അവളുടെ അച്ഛനെ വഞ്ചിച്ചു. ഇത് കേട്ട ഞാറിക്കാവട്ടെ ദേഷ്യം പിടിച്ച് വാതില് തുറന്ന് വരികയാണ്. തൊള്ള പൂട്ടി പെണ്ണുങ്ങളെ എന്ന് പറഞ്ഞ് നോക്കുമ്പോണ്ടാ അവിടെ ആരുമില്ല. പിന്നെ സീൻ കെട്ടായി അവളാവട്ടെ അവളുടെ ഫ്രണ്ടിനെ വിളിച്ച് പുറത്തോട്ട് വരുമ്പോണ്ടാ ഈ സമയം നമ്മൾ മുമ്പേ കണ്ടതാണ്. അതായത് ഞാരെ തട്ടിയിട്ട് കൻഹ കയറി വരുന്നത്. അതിനെ കൻഹ ദൂരത്തുനിന്ന് ടൈമർ എന്ന് പറയുന്നത് കേട്ടിട്ട് ഞാരെ ആവട്ടെ അവളുടെ പുറകെ പോകുന്നു. എന്നിട്ട് ഞാരെ ആവട്ടെ കൻഹ പറയുന്നത് കേൾക്കുന്നുണ്ട്. അതായത് കൻഹ ചോദിക്കുന്നത് നിന്റെ ടൈമർ സ്റ്റാർട്ട് ചെയ്തു എന്ന്. അപ്പോൾ ജിയോൻവു ചോദിക്കുന്നു പരിശീലനം റദ്ദാക്കിയോ എന്ന്. പിന്നെ സീൻ കെട്ടായി കാണിക്കുന്നത് ഇവര് വിഷ് നടത്തിയ കാര്യം നമ്മുടെ ഹാൻജൂണ് കാണിച്ചു കൊടുക്കുന്നതായിട്ടാണ്. പിന്നീടുള്ള ഈ സീൻ നമ്മൾ മുൻപേ കണ്ടിട്ടുള്ളതാണ്. അതായത് കൻഹ പറയുന്നത് ഒരിക്കലും ഹാക്കല്ല, ഇതിനോട് ഞാരെ ഒരിക്കലും യോജിക്കില്ല, ഞാരെ ആവട്ടെ അതിന്റെ പേരിൽ വഴക്കിടും. അവസാനം ഹാൻജൂണ് പറയും ഈ ഫോൺ ഒരിക്കലും നശിപ്പിച്ചാലും ഈ ടൈമർ നിക്കില്ല എന്ന്. അങ്ങനെ അത് കേട്ട് പേടിയോടെ അവളുടെ ഫോൺ എടുത്തിട്ട് ഗിരോ എന്ന് പറയുന്ന ആപ്പ് തുറക്കുമ്പോണ്ടാ അവളുടെ ടൈമർ മാത്രം കറക്റ്റ് സ്റ്റോപ്പ് ആയിരിക്കുന്നു. പിന്നെ സീകട്ടായി കാണിക്കുന്നത് അന്ന് പബ്ബിൽ വെച്ച് കണ്ട ഞാരിയുടെ ഫ്രണ്ടിനെ. അവളിങ്ങനെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഇങ്ങനെ പോകുന്ന സമയത്തുണ്ടാ ഫ്രണ്ടിലായിട്ട് പെട്ടെന്ന് ഞാരിയെ കാണുന്നു. അവളുണ്ടാ പ്രാന്തിയെ പോലെ വണ്ടിന്ന് ഇറങ്ങടി നാരി എന്ന് പറഞ്ഞിട്ട് അവളുടെ വണ്ടിയുടെ ചില്ല് ഒരു കമ്പി വെച്ച് കുത്തി കുത്തി പൊളിക്കാൻ. ഞാരിയുടെ ഫ്രണ്ട് എന്തോ ഭാഗ്യത്തിനാണ് രക്ഷപ്പെടുന്നത്, ഇല്ലെങ്കിൽ അവളുടെ കാര്യം ഇപ്പൊ തീർന്നേനെ. പിന്നെ സീനട്ടായി കാണിക്കുന്നത് ഞാരിയുടെ ഫ്രണ്ട് സംസാരിക്കുന്നതായിട്ടാണ്. ഞാർ ചോദിക്കുന്നു നിങ്ങൾക്ക് ഇതിനെ കുറിച്ചെല്ലാം അറിയായിരുന്നു അല്ലേ? അവൻ മദ്യപിച്ചാൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമെന്ന് എനിക്കറിയായിരുന്നു, പക്ഷെ നീ എന്തിനാണ് അന്ന് അങ്ങനെ കാണിച്ചത്? അതിനർത്ഥം നിനക്കെല്ലാം അറിയായിരുന്നു എന്നല്ലേ? എനിക്കങ്ങനെ അറിയായിരുന്നെങ്കിൽ നീ പറയുന്നതിൽ നിന്ന് ഞാൻ എങ്ങനെയെങ്കിലും തടിയുമായിരുന്നു. എടി ഞാൻ ഒരിക്കലും ആപ്പിൽ വിശ്വസിച്ചിരുന്നില്ല. എടി കള്ളി മര്യാദക്ക് പറഞ്ഞു നിനക്ക് എന്തൊക്കെ അറിയാം ഗിരോ എന്ന് പറയുന്ന ആപ്പിനെ കുറിച്ച്. ക്യോൻ സീവോൺ എന്ന് പറയുന്ന പെൺകുട്ടിയാണ് ഈ ആപ്പ് ഉണ്ടാക്കിയത്, അതും മറ്റൊരു പെൺകുട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി. അവളുടെ പേരാണ് ദോ ഹെയറൂഗ്. ആ ആപ്പ് കാരണം ദോ ഹെയറൂഗ് എന്ന് പറയുന്ന പെൺകുട്ടി മരിച്ചു. ഇത്രയും കാര്യങ്ങൾ മാത്രമേ എനിക്കറിയൂ. ഈ കാര്യം കേട്ടതും ഞാനാവട്ടെ അവളുടെ ഫോൺ എടുത്തിട്ട് ആ സ്റ്റോപ്പായ ടൈമർ എടുത്ത് കാണിക്കുന്നു. ഇത് കാരണമാണ് മരിച്ചത് എന്നിട്ട് ചോദിക്കുന്നു. അപ്പൊ അവളാവട്ടെ ഇത് എന്തെന്ന് ചോദിക്കുന്നു. എന്നിട്ട് സൂക്ഷിച്ച് നോക്കിയിട്ട് ഞാൻ കണ്ട ആപ്പിൽ ഇങ്ങനൊരു ടൈമർ ഇല്ല എന്ന് പറയുന്നു. അപ്പൊ ഞാറ് ചോദിക്കുന്നു ആ പെണ്ണെങ്ങനെ പിന്നെ മരിച്ചത് എന്ന്. അതൊരു സൂയിസൈഡ് ആയിരുന്നു. കുറെ ആൾക്കാർ പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് അത് ആത്മഹത്യ അല്ല എന്നൊക്കെ. അപ്പൊ ഞാറ് ചോദിക്കാൻ തുടങ്ങി അവക്ക് മരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ആപ്പിന്റെ പേരിൽ ബാക്കിയുള്ളവരെങ്ങനെ മരിക്കുക എന്ന്. എനിക്കറിയില്ല അതിനെ കുറിച്ച്. നിനക്ക് ഈ ആപ്പിനെ കുറിച്ച് അറിയണമെങ്കിൽ ഈ ആപ്പ് സൃഷ്ടിച്ച ആ പെണ്ണിന്റെ പുറകെ പോവുക. ആ പെണ്ണാവട്ടെ ഒരു ഭ്രാന്തമായ സ്ത്രീയുടെ മകളാണ്. ആ പെണ്ണിന്റെ പേരാണ് ക്യോൻ സി. പിന്നെ സീകട്ടായി കാണിക്കുന്നത് നമ്മുടെ ഹാൻജൂണിനെയാണ്. അവനാവട്ടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് നമ്മളെ ഞാറി വിളിക്കുന്നു. അങ്ങനെ പിന്നെ സീകട്ടായി അവർ ലിഫ്റ്റിൽ പോകുന്ന സമയത്ത് ഞാറി ചോദിക്കുന്നു നീ കൻഹ പറഞ്ഞ കാര്യത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന്, അതായത് ആപ്പ് കാരണമാണ് അവൻ മരിച്ചത് എന്ന്. അപ്പൊ നമ്മുടെ ഹാൻജൂൺ പറയും ഞാൻ ഒരിക്കലും അന്ധവിശ്വാസത്തിൽ വിശ്വസിക്കാറില്ല. അപ്പൊ ഞാറി ചോദിക്കുന്നു അപ്പൊ നീ എന്താ വിചാരിക്കുന്നത് ഗിരുക എന്താണെന്ന് നിനക്കറിയാം? അപ്പൊ ഹാൻജൂൺ പറയുന്നു ഏറ്റവും ഉചിതമായ ഉത്തരം നീ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഒരു ഹാക്കിംഗ് ആയിരിക്കാം. അപ്പൊ ഞാറി ചോദിക്കുന്നു പിന്നെ ഇത് എന്താ നേരത്തെ പറയാത്തത് കൻഹയുടെ മുന്നിൽ? അപ്പൊ ഹാൻജൂൺ ആവട്ടെ മുണ്ടാതിരിക്കുന്നു. ഈ സമയം ഞാറി പറയാൻ തുടങ്ങി സത്യം പറയാൻ നിനക്ക് കൻഹയെ ഇഷ്ടമല്ലേ? ഈ സമയം ഹാൻജൂൺ ചോദിക്കുന്നു നിനക്ക് ജിയോൻമുവിനെ ഇഷ്ടമല്ലേ? പിന്നെ സീകട്ടായി കാണിക്കുന്നത് ഇവര് 4 പേരും കൻഹയുടെ ഫ്ലാറ്റിൽ ഇരിക്കുന്നതായിട്ടാണ്. പിന്നെ നടക്കുന്നത് നമ്മൾ മുൻപത്തെ എപ്പിസോഡിൽ കണ്ട പോലെ തന്നെയാണ്. ഈ സമയം നമ്മുടെ ഞാറി ആവട്ടെ വേറൊരു കാര്യം കാണുന്നുണ്ട്. അതായത് നമ്മുടെ ജിയോൻമു ഒരുമാതിരി വിയേർഡായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് പുറത്തു നിന്നും ഒരു നിഴല് കയറി വരുന്നുണ്ട്. ആ കാര്യം നമ്മുടെ ഞാറി കാണുന്നുണ്ട്. അങ്ങനെയാണ് പിന്നെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. നമ്മുടെ ഞാറി ആ നിഴല് വരുന്ന ഭാഗത്തേക്ക് നോക്കുമ്പോണ്ടാ ആ കഴുത്ത് മുറിച്ച് ആ പെണ്ണിനെ കാണാൻ സാധിക്കുന്നു. അവള് പതിയെ ജിയോൻമുവിന്റെ അടുത്തേക്ക് നടന്നു വരും. ഓൺ ദ സ്പോട്ടിൽ നമ്മുടെ ഞാറി വീഡിയോ റെക്കോർഡ് ആക്കുന്നുണ്ട്. ആ പെണ്ണാവട്ടെ ഞാറിയുടെ മുഖത്തേക്ക് ഒരുമാതിരി നോട്ടം നോക്കുന്നുണ്ട്. അതിൽ അവളാവട്ടെ പേടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ജിയോൻമുവിന്റെ അടുത്തേക്ക് പോയിട്ട് അവന്റെ കൈ ഉപയോഗിച്ചിട്ട് അവന്റെ കണ്ണിലേക്ക് കുത്താൻ ശ്രമിപ്പിക്കുന്നത് ആ പെണ്ണ് തന്നെയാണ്. പെട്ടെന്ന് ഞാറ് പിന്നെ കണ്ണ് തുറക്കുന്നത് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അവിടെയുള്ള ഡോക്ടർ ഓടി വന്ന് ചോദിക്കുന്നുണ്ട്. ഞാറ് അവിടെ ചുറ്റും നോക്കുന്നു. അവർക്ക് മനസ്സിലാവുന്നത് ഹോസ്പിറ്റലിലാണ് എന്ന്. അപ്പോൾ ആ ഡോക്ടർ ചോദിക്കുന്നു എന്നെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ എന്ന്. അപ്പോൾ ഞാറ് പറയുന്നു നിങ്ങൾ കൻഹയുടെ അമ്മായിയല്ലേ എന്ന്. ഞാറ് ചോദിക്കുന്നു ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന്. അപ്പോൾ ആ ഡോക്ടർ പറയുന്നു നിങ്ങൾ ഫ്രണ്ട്സുമായി ആംബുലൻസിൽ കയറിയായിട്ട് ഓർമ്മയില്ലേ? ഈ സമയം ഞാറിക്കാവട്ടെ ആ കാര്യം ഓർക്കാൻ സാധിക്കുന്നില്ല. ഈ സമയം ഞാറി പുറത്തോട്ടിറങ്ങി വരുന്ന സമയത്താണ് നമ്മുടെ കൻഹയെ കാണുന്നത്. ഈ കാര്യം നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ കണ്ടതാണ്. അതായത് 2ാമത്തെ എപ്പിസോഡിന്
മൂന്നാമത്തെ എപ്പിസോഡിലായിട്ട്. ഇതിനുശേഷം നാറി ആവട്ടെ കനഹ പറഞ്ഞത് പ്രകാരം അവളുടെ ബാഗ് എടുക്കാനായിട്ട് ഫ്ലാറ്റിലോട്ട് കയറി വരുന്നു. ശരിക്കും അവള് കയറി വന്നത് ബാഗ് എടുക്കാനായി മാത്രമല്ല, നമ്മുടെ ജിയോനുയുടെ ഫോണും കൂടി നോക്കാനായിട്ടാണ്. ഈ സമയമാണ് ജിയോനുവിന്റെ ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് അതിലെ ടൈമർ പെട്ടെന്ന് സ്റ്റോപ്പ് ആവുന്നത്. പിന്നീട് സീനായിട്ടായി കാണിക്കുന്നത് നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ കണ്ടിട്ടുള്ളതാണ്. അതായത് അവള് ഹോസ്പിറ്റലിലോട്ട് തിരിച്ചു വന്നിട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് ഡോക്ടർ വന്ന് പുറകെ നിന്ന് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ജിയോൻ വു വേഗം സുഖപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നു. മാത്രമല്ല ഞാൻ ചോദിക്കുന്നുണ്ട് എപ്പോഴായിരുന്നു എന്ന്. അപ്പൊ ആ ഡോക്ടർ പറയുന്നുണ്ട് 1 മണിക്കൂറിന് മുമ്പായിട്ടാണ് എന്ന്. മാത്രമല്ല ഡോക്ടർ പറയുന്നുണ്ട് കൻഹയെ കണ്ടാൽ ഞാൻ അന്വേഷിച്ചിരുന്നു എന്ന് ചോദിക്കാൻ വേണ്ടി പറയുന്നു. അവള് റൂമിൽ അവളെ എവിടേക്കോ പോയേക്കാണ് എന്ന് പറയുന്നു. ഞാറേ ആയിക്കോട്ടെ പറയാമെന്ന് പറഞ്ഞിട്ട് അവള് നേരെ നടന്നു പോയിട്ട് അവളുടെ ഫോൺ എടുത്ത് നോക്കുകയാണ്. എന്നിട്ട് അതിലെ സമയം നോക്കുന്നുണ്ട്. എന്നിട്ട് നാറി പോകുന്നത് കൻഹയുടെ മുറിയിലോട്ടാണ്. അതായത് അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത റൂമിലോട്ട്. അവിടെ പോയി നോക്കുമ്പോ ഒരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സംഭവം എന്താന്ന് വെച്ചാൽ ഈ ഗിരിഗോ എന്ന് പറയുന്ന ആപ്പിലെ സ്റ്റെപ്സ് ആണ് എഴുതിയിരിക്കുന്നത്. ഇത് എഴുതിയതാവട്ടെ നമ്മുടെ കൻഹയാണെന്ന് നമുക്കറിയാം. അങ്ങനെ അവളാവട്ടെ ജിയോൻവുവിന്റെ ടൈമർ നിന്നതിനെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ പറഞ്ഞതും കേട്ടതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂട്ടി നോക്കുമ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലാകുന്നു. അതായത് ജിയോൻവുവിന്റെ ആഗ്രഹം നടത്തി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ നാരയുടെ ടൈമർ നിന്നത്. അതുപോലെ തന്നെ കൻഹ ഒരു ആഗ്രഹം സാധിച്ചത് കൊണ്ടാണ് ജിയോൻവുവിന്റെ ജീവൻ രക്ഷപ്പെട്ടത്. അതായത് അവന്റെ ടൈമർ ഓൺ ദ സ്പോട്ട് നിന്നത്. അതായത് ഇതിനർത്ഥം മറ്റൊരു ടൈമർ സ്റ്റാർട്ട് ആവുകയാണെങ്കിൽ വേറൊരു ടൈമർ സ്റ്റോപ്പ് ആകുന്നു എന്നാണ് നമ്മുടെ നാരി മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ സമയമാണ് നാരി നമ്മുടെ കൻഹയെ വിളിക്കുന്നത്. വിളിച്ചിട്ടാവട്ടെ കൻഹയെ കിട്ടുന്നില്ല. കാര്യം എന്താന്ന് വെച്ചാൽ ഔട്ട് ഓഫ് കവറേജ് എന്തോ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന് നമുക്കറിയാം. ഓക്കെ, ഈ സമയമാണ് നാരി നമ്മുടെ ഹാൻജൂണിനെ വിളിക്കുന്നത്. ഈ കോൾ വിളിക്കുന്ന സീന് നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ ഹാൻജൂണ് അവിടെ അതിനും വലിയ പ്രശ്നങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ കോള് നൈസായിട്ട് ഒഴിവാക്കുന്നു. ഇതേ സമയം നാരി തന്നെ നേരെ കൻഹയ്ക്ക് മെസ്സേജ് ചെയ്യുന്നു. അതായത് ടൈമർ നിർത്താൻ ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നും എനിക്ക് നിങ്ങളോട് നേരിട്ടൊരു കാര്യം പറയാനുണ്ട് എന്നും ജോയ് മരിക്കാൻ ശരിക്കുമുള്ള കാരണം എന്താണെന്ന് പറയാൻ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ജിയോൻവുയുടെ ഫോണിലോട്ട് ഒരു മെസ്സേജ് വരുന്നു. ആ മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ കൻഹയാണ്. അവൾ അയച്ചിരിക്കുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ജിയോൻവു ഞാൻ ടൈമർ നിർത്താനുള്ള ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന്. മാത്രമല്ല വേറൊരു മെസ്സേജും കൂടി ഉണ്ട്. ഈ ഒരു കാര്യം നാരയുടെ അടുത്ത് പറയരുത് എന്ന്. നാര ആവട്ടെ ജിയോൻവുയുടെ ഫോണിൽ നിന്ന് തന്നെ നിങ്ങൾ എങ്ങനെ നിർത്തുമെന്ന് ചോദിക്കുന്നു. അപ്പൊ കൻഹ റിപ്ലൈ എന്നോളം ഈ കാര്യങ്ങളൊക്കെ വിശദമായി ഞാൻ പിന്നീട് പറയാം, കാത്തിരിക്കാൻ വേണ്ടി പറയും. ഈ മെസ്സേജ് ഒക്കെ കാണാൻ നാറിന്റെ അവസ്ഥ പറയണ്ടല്ലോ. അവളാവട്ടെ ദേഷ്യം പിടിച്ചിറങ്ങി പോകുന്നു. അവൾ നേരെ പോകുന്നത് കൻഹയുടെ ഫ്ലാറ്റിലോട്ടാണ്. എന്നിട്ട് അവളാവട്ടെ ദേഷ്യം പിടിച്ച് എന്തായിരിക്കാം എന്ന് പറഞ്ഞിട്ട് ഉള്ളിലോട്ട് കയറുന്നു. എന്നിട്ട് കൻഹയുടെ മുറി മൊത്തം ചെക്ക് ചെയ്യുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ആ സമയമാണ് അവിടെയുള്ള ഗ്രൂപ്പ് ഫോട്ടോ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ അവൾ നേരെ പോയി കിടന്നിട്ട് ആലോചിക്കാൻ തുടങ്ങി. എന്തിനായിരിക്കും എന്നെ മാറ്റി നിർത്തിയത്? എന്നെ മാറ്റി നിർത്തണമെങ്കിൽ ചിലപ്പോൾ ഹാൻജൂണും കൻഹയും ചിലപ്പോൾ ഒന്നിച്ചിട്ടുണ്ടായിരിക്കും. ഇതേ സമയം നാരിയുടെ മുഖത്തേക്ക് ഒരു റെഡ് കളർ നൂല് വന്ന് വീഴുന്നു. അത് വീണതിന് ശേഷം നമ്മുടെ നാരിക്കാവട്ടെ അനങ്ങാൻ സാധിക്കുന്നില്ല. ആ നൂലാവട്ടെ പതിയെ നേരെ നാരിയുടെ കണ്ണിലേക്ക് കുത്തി കയറുന്നു. എന്നിട്ട് നേരെ ഒരു പുഴുവിനെ പോലെ എഴുന്നേറ്റ് നേരെ നാരിയുടെ കണ്ണ് കുത്തി പൊട്ടിക്കാൻ നിൽക്കുന്ന സമയത്താണ് ഇവിടെ നിന്ന് നേരെ എഴുന്നേറ്റ് നിന്ന് പോകുന്നു. നേരെ പോയി വാതിൽ തുറക്കുമ്പോണ്ടാ മനസ്സിലായില്ലേ ഇനി സംഭവിക്കാൻ പോകുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ സംഭവിച്ച കാര്യമാണ്. ജിയോൻവു അത് കൻഹയുടെ അമ്മ ഇവിടെ വൃത്തിയാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ ഞാൻ ഇവിടെ വൃത്തിയാക്കാൻ വേണ്ടി വന്നതാണെന്ന് നാരി പറയുന്നു. പിന്നെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്നലത്തെ എപ്പിസോഡിൽ സംഭവിച്ചത് തന്നെയാണ്. അവൻ കുറെ നേരം ഫോൺ തരുന്നു, പക്ഷെ കിട്ടുന്നില്ല. അവസാനം നാരിയുടെ ഫോണിലെ വീഡിയോ റെഫർ ചെയ്തിട്ട് നോക്കുന്നു, പക്ഷെ എന്നാലും കിട്ടുന്നില്ല. നാരി വന്ന് ആ സമയം ഫോൺ വാങ്ങുന്നു. എന്നിട്ട് ജിയോൻവു ഫോൺ കൊടുക്കാൻ നേരത്ത് കഴിഞ്ഞ എപ്പിസോഡിൽ കാണിക്കാത്തൊരു സംഭവം ഇപ്പോൾ കാണിക്കുന്നു. അതായത് ജിയോൻവു ഒരു ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ച് പറയുന്നു, അന്ന് നടന്ന സംഭവത്തിൽ ഞാൻ ഈ ഭാഗത്തായിട്ട് വേറൊരാളെ കണ്ടിരുന്നു. അവളുടെ മുഖത്തായി വലിയ പാടുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല അവള് നമ്മളെ പോലെ യൂണിഫോം ആയിരുന്നു. യൂണിഫോമിലെ നെയിം ടാഗ് ആവട്ടെ നമ്മുടെ സ്കൂളിന്റെ ആയിരുന്നു. പക്ഷെ മുൻപെങ്ങും കണ്ടു പരിചയമില്ലാത്തൊരു മുഖം. ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നാറി നല്ല പേടിക്കുന്നുണ്ട്. മാത്രമല്ല ഇവൻ കേട്ട കാര്യം ഇതൊന്നും സത്യമല്ല, ശരിക്കും ഒരു വിചിത്രമായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. ഈ സമയം ജോൻവു പറയുന്നു ഇന്ന് രാത്രി നമുക്ക് സ്കൂൾ വരെ പോകണമെന്ന്. അപ്പൊ നാറി ചോദിക്കുന്നു ഇന്ന് രാത്രി എന്തിനെന്ന് ചോദിക്കുന്നു. അപ്പോൾ ജോൻവു പറയുന്നു ടീച്ചേഴ്സിന്റെ റൂമിൽ പോയിട്ട് ആ പെണ്ണിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമോ എന്ന് നോക്കാമെന്ന്. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ എന്തോ മാതിരി, അതുകൊണ്ട് നീയും കൂടി വരുമോ എന്ന് ചോദിക്കുന്നു. നാരെ ആവട്ടെ തീർച്ചയായും വരാമെന്ന് പറയുന്നു. അവൾ പറയുന്നു ഈ കോലത്തിൽ എന്തായാലും പോകാൻ കഴിയത്തില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറയുന്നു. പിന്നീട് സീൻ കട്ടായി കാണിക്കുന്നത് ജിയോൻവുനെയാണ്. അവൻ നേരെ ഒരു IT ഷോപ്പിലോട്ട് കയറിയിട്ട് അവിടെ കൻഹയുടെ നമ്പർ പറഞ്ഞു കൊടുക്കുന്നു. അതായത് അവൾ എവിടെയാണ് ലാസ്റ്റ് ആയിട്ട് പോയത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവര് പറയുന്നു ഈ നമ്പർ സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുന്നില്ല, ഇത് മര്യാദക്ക് കണ്ടുപിടിക്കാനും കഴിയുന്നില്ല എന്ന്. ഇതേ സമയം സീൻ
സീങ്ങട്ടായി കാണിക്കുന്നത് നമ്മുടെ നാരിയെ തന്നെയാണ്. അവളാവട്ടെ നേരെ കനഹയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഏത് സമയമാണ് കണ്ടുമുട്ടുക എന്ന് ചോദിക്കുന്നു. നിങ്ങൾ ഈ സമയം ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇപ്പോഴും മെസ്സേജ് അയക്കുന്നത് ജിയോനുയുടെ ഫോണിൽ നിന്നാണ്. ഈ സമയം കൻഹ റിപ്ലൈ തരുന്നുണ്ട്, നമുക്ക് എന്തായാലും കണ്ടുമുട്ടണം എന്ന് തന്നെ പറയുന്നു, എപ്പോഴാണെന്ന് പറയുന്നില്ല. നാരി ചോദിക്കുന്നു, ഇപ്പോഴും ഇത് നാരിയോട് പറയാതെ തന്നെ നിൽക്കണോ എന്ന്. കൻഹ റിപ്ലൈ എന്നോളം പറയുന്നു, അതെ, നാരി ഒരിക്കലും അറിയാൻ പാടില്ല, നമ്മൾ 3 പേര് മാത്രമേ അറിയാൻ പാടുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നാരിക്ക് ദേഷ്യം പിടിക്കുന്നു. പിന്നീട് സീങ്ങട്ടായി കാണിക്കുന്നത് നമ്മുടെ ഷാനെയാണ്. അവനാവട്ടെ വണ്ടിയിലിരുന്ന് കൻഹയെയും ഹാൻജൂണിനെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ സമയമാണ് ബാക്കിലൂടെ ഹാൻജൂണും കൻഹയും പോയ വഴി കൂടെ നമ്മുടെ ജോൻവുയും നാരിയും കയറി പോകുന്നത്. ഈ സമയം നാരി ചോദിക്കുന്നുണ്ട്, നിനക്ക് എങ്ങനെ ഈ വഴി അറിയാമെന്ന്. അപ്പോൾ ജോൻവു പറയുന്നു, ദേശീയ ടീമിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൻഹയും ഞാനും ഒരുമിച്ചാണ് ഇതിനുള്ളിലൂടെ കയറി വരുന്നത്, ഞങ്ങൾ ഉണ്ടാക്കിയ വഴിയാണ് എന്ന് പറയുന്നു. അങ്ങനെ ജോൻവു ജനലൊക്കെ പൊളിച്ചെടുത്ത് അതിന്റെ ഉള്ളിലൂടെ സ്കൂളിന്റെ അകത്തേക്ക് കയറുന്നു. ഇതേ സമയം നാരി വീഴാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ജിയോനുവാണ് പിടിക്കുന്നത്. ഈ സമയം നാരിക്കാവട്ടെ സന്തോഷാവുന്നുണ്ട്, കരുന്നത് മനസ്സിലായി. അങ്ങനെ അവർ നടന്നു പോകുന്ന സമയത്ത് നാരി ആവട്ടെ അന്ന് ചൂടായതിന്റെ പേരിൽ സോറി പറയുന്നു. എന്നിട്ട് അവള് പറയാൻ തുടങ്ങി, അന്ന് ഞാൻ ശരിക്കും നിങ്ങളോട് ദേഷ്യം പിടിച്ചത് നിങ്ങൾ ആ വിഷ് എടുത്ത വീഡിയോ അല്ലേ, ആ വീഡിയോ ആവട്ടെ ഹാൻജൂണ് പിടിച്ചു തരുന്ന പോലെ എനിക്ക് തോന്നി. മാത്രമല്ല അന്ന് നിങ്ങൾ കൻഹയുടെ റൂമിലായിരുന്നു, അന്ന് നിങ്ങൾ മാത്രം ആഘോഷിച്ചു, ഞാൻ മാത്രം പെരയിലിരുന്നപ്പോ എനിക്ക് ചെറിയ വിഷമം തോന്നി, നിങ്ങൾ എന്നെ അവോയ്ഡ് ചെയ്യുന്ന പോലെയൊക്കെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ അന്ന് ചൂടായത് എന്നൊക്കെ പറയും. ഈ സമയം ജോനു പറയുന്നു, ഞാൻ ആരുടെയും മുമ്പിൽ മറച്ചു വെക്കാനോ അവോയ്ഡ് ചെയ്യാനോ നോക്കിയിട്ടില്ല. എന്നിട്ട് നാരിന്റെ അടുത്ത് ക്ഷമ ചോദിക്കുന്നു. ഈ സമയം നാരി പറയുന്നു, നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ട് ഡേറ്റ് ചെയ്യാനായി നിൽക്കുന്നു, അതിന് നിങ്ങൾ എന്തിനാ എന്നോട് സോറി പറയുന്നു എന്ന് ചോദിക്കുന്നു. അപ്പൊ നമ്മുടെ ജോനു പറയുന്നു, അതിനൊന്നുമല്ല സോറി പറഞ്ഞത്, ഞാൻ നിന്നോട് ചില സമയത്ത് നുണകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിനൊക്കെയാണ് സോറി പറഞ്ഞത് എന്ന്. അങ്ങനെ അവരുടെ ഇടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് പിന്നെയും ഉണ്ടാകുന്നു. അങ്ങനെ അവർ നേരെ നേഴ്സ് ഓഫീസിന്റെ ഫ്രണ്ടിലായി വന്ന് നിൽക്കും. അങ്ങനെ അതിന്റെ ഫ്രണ്ടിൽ നിന്ന് ജോനു പറയുന്നു, ഇനിയിപ്പോ ഈ വാതിൽ എന്നെ തുറക്കുമെന്ന്. ഈ സമയം നാരി ആ വാതിൽ തുറന്നിട്ട് പറയുന്നു, പൊട്ട നേഴ്സ് ഓഫീസ് എപ്പോഴും തുറന്നിട്ടായിരിക്കും ഉണ്ടാവുക എന്ന് പറയുന്നു. അങ്ങനെ അവരവിടെയുള്ള എല്ലാ ഡോക്യുമെന്റും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പരിശോധിക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ ജിയോൻവുക്ക് ആവട്ടെ എന്തോ ഒരു സംഭവം കണ്ടുപിടിച്ചിരിക്കുന്നു. ആ സമയം നാരിക്ക് സ്ട്രൈക്ക് ആയിട്ട് നീ എന്താ കണ്ടുപിടിച്ചെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ജിയോൻവു ആവട്ടെ ആ പേപ്പർ പറിച്ചിട്ട് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് നാരിന്റെ അടുത്ത് ചോദിക്കുന്നു, അവളുടെ വലത് കവളിലായിട്ട് മുറിയുണ്ടായിരുന്നു അല്ലേ എന്ന്. എന്നിട്ട് ജിയോൻവു പറയുന്നു, നീയും കണ്ടെന്ന് എനിക്കറിയാമെന്ന്, ഞാൻ ആ കാര്യം ശ്രദ്ധിച്ചത് നീ ആ വീഡിയോ കാണിച്ചു തന്നപ്പോഴാണ്. കാര്യം നീ എന്നെയായിരുന്നു മുഴുവൻ ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നത്, പകരം നീ ഒഴിഞ്ഞെടുത്തേക്കാണ് ഷൂട്ട് ചെയ്തത്. മാത്രമല്ല ആ ഭാഗത്തെ കൂടെയാണ് ആ സ്ത്രീ നടന്നു വന്നുകൊണ്ടിരുന്നത്. ഈ സമയം നാരി ആവട്ടെ എഴുന്നേറ്റ് നിന്ന് നേരെ ഫ്രണ്ടിലോട്ട് നടക്കുന്നു. എന്നിട്ട് ഒരുമാതിരി രീതിയിൽ പറയാൻ തുടങ്ങി, അപ്പോ നീയും ഇത്രയും നേരം എന്റെ മുമ്പിൽ കള്ളം പറയുകയായിരുന്നു, അതായത് നിനക്ക് എന്നെ സംശയം ഉണ്ടായിട്ടും നീ എന്നെ സംശയമില്ലാത്ത രീതിയിൽ അഭിനയിക്കുന്നു. ഈ സമയം ജിയോൻവു ചോദിക്കുന്നു, എന്റെ ഫോൺ നിന്റെ കയ്യിലുണ്ടോ എന്ന്. ആ സമയം നാരി പറയുന്നു, ഞാൻ അപ്പോഴേ പറഞ്ഞു നിനക്ക് അപ്പോഴും ഇപ്പോഴും എന്നെ നിനക്ക് വിശ്വാസം ഇല്ല. ഈ സമയം ജിയോൻവു ആ പറിച്ചെടുത്ത പേപ്പർ ആവട്ടെ അവന്റെ കീശിലോട്ട് വെച്ചിട്ട് പറയാൻ തുടങ്ങി, നാരി എനിക്കറിയാം നീ എന്തെങ്കിലും ന്യായമായ കാര്യത്തിനായിരിക്കും എന്നോട് നുണ പറഞ്ഞത് എന്ന്. ഇനി മുതൽ നമുക്ക് സത്യം മാത്രം പറയാം, നമുക്ക് രണ്ടുപേർക്കും ഇപ്പോൾ കാര്യങ്ങൾ അറിയാമല്ലോ. ഈ സമയം നാരി ആവട്ടെ എടുത്തുള്ള കത്രിക എടുത്തിട്ട് എന്റെ അടുത്തേക്ക് വരരുത് എന്ന് പറഞ്ഞ് ചൂടാവുന്നു. നീ ഇപ്പൊ എന്നെ ഈ സ്കൂളിലോട്ട് കൊണ്ടുവന്നത് ആരും ഇല്ലാത്തത് കൊണ്ട് എന്നെ പേടിപ്പിക്കാനല്ലേ. ഈ സമയം ജിയോനു പറയുന്നു, ഒരിക്കലുമല്ല, ഞാൻ ഇവിടെ പരിശോധിക്കാൻ തന്നെയാണ് വന്നത്, മാത്രമല്ല എന്റെ ഒരു ഡൗട്ട് നിന്റെ അടുത്ത് ചോദിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. ഇതേ സമയമാണ് ആ റെഡ് കളറിലാവട്ടെ നമ്മുടെ നാരിയുടെ ശരീരത്തേക്ക് കയറുന്നു. ഇതേ സമയം തന്നെ ഷാനിന്റെ കോമ്പസ് ആവട്ടെ ദിശയില്ലാത്ത രീതിയിൽ കിടന്ന് കറങ്ങുകയാണ്. അവനാവട്ടെ അവർക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നു. ഇതേ സമയം തന്നെ ജോൻവു ആവട്ടെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്, അതായത് നമ്മുടെ നാരിയെ. ഈ സമയം നാരി ആവട്ടെ കൻഹ എന്ത് തരം ആഗ്രഹമാണ് സാധിച്ചതെന്ന് നിനക്ക് അറിയോ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് നേരെ ജോൻവുയുടെ ഫോൺ എടുത്ത് കാണിച്ചു കൊടുക്കുന്നു, ഇത് കണ്ടോ, കൻഹ നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ വിഷ് ചെയ്തത് എന്ന് പറയുന്നു, അതുകൊണ്ടാണ് ഈ ടൈമർ നിന്നതും കൂടി പറയുന്നു. ഇതേ സമയം നമ്മുടെ ജോനു പറയുന്നു, ഞാനൊരു മൊബൈൽ ഷോപ്പിലോട്ട് പോയിട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് എന്റെ ഫോണിന്റെ സിമ്മിന്റെ കാലാവധി നിർത്തിവെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ ഫോൺ മോഷ്ടിച്ചു പോയതായിട്ട് അവിടെ റിപ്പോർട്ടും ചെയ്തു, എന്റെ ഫോണിലെ അക്കൗണ്ട്സ് എല്ലാം ക്ലോസ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഒന്ന് മനസ്സിലാക്കി നാരി എന്നും കൂടി പറയുന്നുണ്ട്. എന്നിട്ട് ജിയോനു മനസ്സിലാക്കിയ എല്ലാ കാര്യങ്ങളും നാരിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാരി ആവട്ടെ നിനക്കെല്ലാം അറിയായിരുന്നു അല്ലേ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, നിനക്ക് ഞാൻ എന്താഗ്രഹമാണ് പറഞ്ഞതും കൂടി നിനക്ക് അറിയാമെന്ന് ചോദിക്കുന്നു. എന്നിട്ട് നാരി പറയാൻ തുടങ്ങി, ഞാൻ ആഗ്രഹിച്ചത് ചോയ് മരിക്കാനായിയാണ്. ഈ സമയം ജോൻവുക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഹേയ് നാരി, എന്നോട് നീ കള്ളം പറയരുത്. നാരി ആവട്ടെ ഇത് കള്ളമല്ല സത്യമാണ് എന്ന് പറയുന്നു. എന്നിട്ട് ഒരുമാതിരി വീടായിട്ട് പറയുന്നു, ഞാൻ ആഗ്രഹിച്ച വീഡിയോയും നീ ആഗ്രഹിച്ച വീഡിയോയും എല്ലാ വീഡിയോയും ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയുന്നു. ഈ സമയം ഹേയ് നാരി, എന്നിട്ടുണ്ടാ ഒരുമാതിരി രീതിയിൽ അടുത്ത് വരരുതെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് അവൾ ഇറങ്ങി ഓടുന്നു. ബാക്കിൽ ജോൻവു ഓടുന്നുണ്ട്. അവന്റെ മേത്തേ കത്തി കയറിയെങ്കിലും അത് ആഴത്തിലൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല.
അങ്ങനെ ഞാരിയോടി ഒരു വാതിന്റെ അപ്പുറം കിടക്കുന്നു. അതേ വാതിന്റെ അടുത്ത് വന്നിട്ട് നമ്മുടെ ജിയോനു തുറക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അത് തുറക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഞാറി പതിയെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജിയോനുക്ക് കാണാൻ സാധിക്കുന്നത് ആ നൂല് ഞാരിയുടെ കണ്ണിൽ നിന്ന് ജിയോനുവിനെ നോക്കി നിൽക്കുന്നു. ഞാറി ആവട്ടെ ബിയേർഡായിട്ട് ഒരു സൈഡിലോട്ട് നടന്നു പോകുന്നു. നമ്മുടെ ജിയോനു ഞാറിനെ കുറെ വിളിക്കുന്നുണ്ട്, പക്ഷെ അവള് വിളിയേക്കാണ് നടന്നു പോകുന്നത്. ഈ സമയം സീങ്ങട്ടായി നമ്മുടെ ഷാനെയാണ് കാണിക്കുന്നത്. അവന് കോമ്പസ് ദിശയില്ലാതെ കറങ്ങുന്നത് കൊണ്ട് തന്നെ എവിടെയാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്നാലും ഒരു ഭാഗം ലക്ഷ്യമിട്ട് അവൻ ഓടിപ്പോകും. ഇതേ സമയം നമ്മുടെ ജിയോൻവു ഒരു ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിച്ചിട്ട് ആ ഗ്ലാസ് ചില്ല് പൊളിക്കാൻ ശ്രമിക്കുകയാണ്. അവൻ കുറെ പരിശ്രമിച്ചെങ്കിലും അവന് നെഞ്ചിലോട്ട് കുത്ത് കിട്ടിയത് കൊണ്ട് തന്നെ അവൻക്ക് അധികം കുത്താൻ സാധിക്കുന്നില്ല. പിന്നെ അവൻ നോക്കുമെൻട്രാ, അവൻ പേടിച്ച് ബാക്കോട്ടേക്ക് പോകുന്നു. ആ പെണ്ണാവട്ടെ ആ വാതിലിനുള്ളിലൂടെ കടന്നു വരുന്നു. എന്നിട്ട് ജിയോൻവുനെ നിശ്ചലമാക്കി വായിലൂടെ പൊക്കി നിർത്തുന്നു. എന്നിട്ടുണ്ടാ അങ്ങനെ അവന്റെ തള്ളവിരൽ ഉപയോഗിച്ച് അവന്റെ കഴുത്ത് മുറിയാക്കി മുറിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഈ സമയം ഒരു കത്തി നേരെ വന്ന് ചുമരിലോട്ട് തറച്ചു കയറുന്നു. മാത്രമല്ല ഷാനാവട്ടെ ആ ചില്ല് പൊളിച്ച് അകത്തേക്ക് കയറുന്നു. എന്നിട്ട് നമ്മുടെ ജോനുവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. അവനാട്ടെ കുഴപ്പമില്ല എന്ന് പറയുന്നു. ഈ സമയം ഒരു ഗ്ലാസിന്റെ പീസ് നമ്മുടെ ഷാന്റെ കണ്ണിലോട്ട് തറച്ചു കയറും. അവനാവട്ടെ വേദനയോടെ ആണെങ്കിലും ആ ഗ്ലാസ് പീസ് പറിച്ചെടുക്കുന്നുണ്ട്. ഇതേ സമയം തന്നെയാണ് ഹാൻജൂണും കൻഹയും ഈ ഫയൽസ് എല്ലാം ഡൗൺലോഡ് ചെയ്യുന്നത്. ഓൺ ദ സ്പോട്ട് അവിടുത്തെ കരണ്ടും പോകുന്നു. ഇതേ സമയം ഷാൻ ആവട്ടെ ആ മുറിയായ കണ്ണിലൂടെ നോക്കുമ്പോൾ ആ സ്ത്രീയെ കാണാൻ സാധിക്കുന്നു. മാത്രമല്ല ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വോയിസ് ഓവറും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ, നിങ്ങളുടെ ജന്മദിനം എഴുതിയതിനോടൊപ്പം നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞു നോക്കൂ, അത് യഥാർത്ഥമാകും.